കാലുകൾ തകർന്ന മടിക്കൈ കീക്കാങ്കോട്ടെ പി.വി. ഗംഗാധരന് തുണയും തണലുമേകി രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. മുച്ചക്രവാഹനം അനുവദിച്ചാണ് എം.പി. ഈ കുടുംബനാഥന് അതിജീവനത്തിന്റെ പുതിയ വഴി തുറന്നു നൽകിയത്. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. 4 വർഷത്തോളമായി കാലുകൾ തളർന്ന് ചികിത്സയിൽ കഴിയുന്ന മടിക്കൈ കീക്കാങ്കോട്ടെ പി.വി. ഗംഗാധരനെ സംബന്ധിച്ചിടത്തോളം അതിജീവനമെന്നത് അങ്ങേയറ്റത്തെ ആശങ്കയും ആധിയുമായിരുന്നു. ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പിയുടെ സഹായഹസ്തം സമാശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴിവിളക്കായി ഇദ്ദേഹത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഈ കുടുംബനാഥനെ പരസഹായമില്ലാതെ യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും തൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുച്ചക്രവാഹനം അനുവദിച്ചു നൽകിയാണ് എം.പിയുടെ കരുതൽ. ഭാവിയെ കരുതി നിരാശപ്പെട്ടിരുന്ന ഈ ഗൃഹനാഥന് ഇത് വെറുമൊരു വാഹനമല്ല, മറിച്ച് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ താങ്ങും തണലും തുണയുമെല്ലാമാണ്. കീക്കാങ്കോട്ട് യുവജന ക്ലബ്ബ് രക്ഷാധികാരി എ. നാരായണൻ എം.പിയുടെ വകയായുള്ള മുച്ചക്രവാഹനം ഗംഗാധരന് കൈമാറി. ബഹുമാനപ്പെട്ട കാസർഗോഡ് എം.പി. രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുച്ചക്രവാഹനം ഈ 2 ദിവസം മുമ്പ് കാസർഗോഡ് വെച്ച് ഉദ്ഘാടനം നടത്തുകയും യുവജന ക്ലബിൻ്റെയും നാട്ടുകാരുടെ ക്ലബ്ബ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് നടത്തിയതുകൊണ്ട് യുവജന ക്ലബ്ബിൽ വെച്ചിട്ട് ഈ പരിപാടിയുടെ താക്കോൽദാനം നടത്തുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ നടന്നിരിക്കുന്നത്. ചടങ്ങിൽ കെ.പി. നാരായണൻ അധ്യക്ഷനായി. ക്ലബ്ബ് പ്രവർത്തകരുടെ നിരന്തര പരിശ്രമ ഫലമായാണ് ഇദ്ദേഹത്തിന് ഈയൊരു വാഹനം അനുവദിച്ച് കിട്ടിയത്. വി. നാരായണൻ, കെ.വി. രാജേന്ദ്രൻ, എം. ദാമോദരൻ നായർ, എം. സുമിത്രൻ, കെ.ടി. അച്യുതൻ തുടങ്ങിയവരും വാഹന കൈമാറ്റ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.